കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വരവ് ഏതൊക്കെ തരത്തിലാണ്? നമ്മുടെ GST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതായത് നമ്മുടെ കൺസ്യൂമർ ഉപഭോക്തൃ നികുതി, ആ ഉപഭോക്തൃ നികുതിയുടെ 50% കേന്ദ്ര സർക്കാരിനാണ് കിട്ടുന്നത്. പിന്നെ ഏതൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സസ് മുഴുവനും പിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ്. അതായത് പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, കസ്റ്റംസ്, എക്സൈസ്, സെൻട്രൽ എക്സൈസ് കേട്ടോ, സെൻട്രൽ എക്സൈസും കസ്റ്റംസും. ഈ പറയപ്പെട്ടതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് നികുതികളാണ് ഒരു രാജ്യത്തെ. ഇൻഡിവിജ്വൽ പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഇത് 4 വളരെ പ്രധാനപ്പെട്ട ബൃഹത്തായ നികുതി വരുമാന മാർഗങ്ങളാണ്. വേറെ ചില ചെറിയ ഫ്രിഞ്ചുകളൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. ഈ 4 തരത്തിലുള്ള നികുതിയും നേരെ പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുകൂടാതെയാണ് GSTയുടെ 50%, ഉപഭോക്തൃ നികുതികളുടെ 50%. അപ്പോൾ ഇങ്ങനെ ഞാൻ സൂചിപ്പിച്ച ഇൻഡയറക്റ്റ് പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഈ 4 മാർഗത്തിലുള്ള നികുതി വരുമാനം, ആ നികുതി വരുമാനം പൂൾ ചെയ്യുന്നു. അതിൻ്റെ കൂടെ സെസ് ഉണ്ട് കേട്ടോ, സെസ്, സർചാർജ്. ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ പിരിക്കാവുന്ന നികുതികളാണ്. സെസ് ആൻഡ് സർചാർജ് ആർ ടാക്സ് ഓൺ ടാക്സ്. അതായത് ഒരു നിലവിലിരിക്കുന്ന ടാക്സിന് മേലെ, ഇപ്പോൾ ഉദാഹരണം ഇന്ധനം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോളിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും സെസ് ചുമത്താം, അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിനും സെസ് ചുമത്താം, അതിനു മുകളിൽ സർചാർജ് ചുമത്താം. അപ്പോൾ അതിനൊക്കെ പർപ്പസ് വേണം. ആ പർപ്പസ് കാണിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിക്കൊണ്ട് ആണ് സെസ്സും സർചാർജും ഒക്കെ ചുമത്തുന്നതും ഇടാം. അപ്പോൾ ഇങ്ങനെ നിരവധി മാർഗങ്ങളിലൂടെ, അതായത് കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഈ 4 വലിയ നികുതി മാർഗങ്ങൾ, അതിനോടൊപ്പം സെസ് വഴിയായിട്ട് കളക്ട് ചെയ്യുന്നത്, സർചാർജ് വഴിയായിട്ട് കളക്ട് ചെയ്യുന്ന ഈ 7 മാർഗങ്ങൾ, 8ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് നമ്മുടെ ഈ പറയപ്പെട്ട GST, അതായത് ഉപഭോക്തൃ ടാക്സിൻ്റെ GST എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതായത് കമ്മോഡിറ്റി, സേവന നികുതി. അപ്പോൾ ഇങ്ങനെ ഈ 8 തരത്തിലുള്ള വരുമാന മാർഗമാണ് കേന്ദ്രത്തിനുള്ളത്. ഈ 8 തരത്തിലുള്ള വരുമാന മാർഗവും കൂടി അതിൽ എല്ലാം പൂളി ചെയ്യില്ല. GSTയുടെ വരുമാനം മാറ്റും, ബാക്കി നികുതികൾ അതും സെസ്സും സർചാർജും മാറ്റും. അതായത് 8 വരുമാന മാർഗം ഉണ്ടെങ്കിലും അതിലെ പ്രധാനപ്പെട്ട ചില മാർഗങ്ങൾ, അതായത് ഈ 50% എന്ന് പറയുന്നത് 50% സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതിന് ശേഷമുള്ളതാണ് GSTയുടെ 50% കേന്ദ്രത്തിന്. അപ്പോൾ അത് പൂളി ചെയ്യില്ല. പിന്നെ സെസ്സും സർചാർജും കേന്ദ്ര ഗവൺമെൻറ് ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം, പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ ചാർജ് ചെയ്യുന്നതാണ് സെസ്സും സർചാർജും. അതും മാറ്റിവെക്കും, അതും ഈ പൂളിൽ കൊണ്ടുവരില്ല. പൂളിലേക്ക് കൊണ്ടുവരുന്നത് ഏതൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സസ് മാത്രം. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഈ 4 പ്രധാനപ്പെട്ട നികുതികളാണ് ഈ സെൻട്രൽ പൂൾ എന്നും പറഞ്ഞ് ആ പൂളിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പൂളിൽ നിന്നാണ് ഫിനാൻസ് കമ്മീഷൻ്റെ കൊടുക്കുന്നത്, സംസ്ഥാനങ്ങൾക്കുള്ള ഡെവല്യൂഷൻ, ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ടുള്ള കൊടുക്കൽ. ഇതിൻ്റെ 42% കൊടുക്കുന്നുള്ളൂ. അപ്പോഴും ഓർക്കണം, ബാക്കിയുള്ള 58% കേന്ദ്രത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. ആ 58% കൂടെയാണ് സെസ്സും സർചാർജും GST 50% ഒക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ അടുക്കൽ നിന്ന് നാനാവിധമായിട്ട് കളക്ട് ചെയ്യുന്ന നികുതി അല്ലാതെ മന്ത്രിമാരുടെയോ പ്രധാനമന്ത്രിയുടെയോ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പൈസയും ഇല്ല ഈ സെൻട്രൽ പൂളിലോ സെസ്സിലോ സർചാർജിലോ ഒന്നിലും. അങ്ങനെ അതായത് ഒരു രാജ്യത്തെ ജനങ്ങളിൽ നിന്ന്, അപ്പോൾ ജനങ്ങളിൽ നിന്നെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അയ്യോ വലിയ ധനികരാണല്ലോ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത്. വെറുതെ, അവരെക്കാൾ കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് നിങ്ങളും ഞങ്ങളുമാണ്. കാരണം സാധാരണക്കാരൻ്റെ കയ്യിലെത്തുന്ന ഓരോ രൂപയും അവൻ സാധന സേവനങ്ങളും മരുന്നും ഒക്കെ മേടിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു. ഓരോ ഉറുപ്പിയേക്കും അപ്പോൾ നികുതി കൊടുക്കേണ്ടി വരുന്നു. മറിച്ച് ഇപ്പം അദാനിയുടെ കാര്യം ഒന്ന് എടുത്തു നോക്കൂ. അദാനിക്ക് കിട്ടുന്ന ബഹുകോടികൾ വരുമാനം, അതിൻ്റെ 0.0001% പോലും
അനുദിന ചെലവുകൾക്ക് വേണ്ടി അയാൾ ചെലവഴിക്കുന്നില്ല. അപ്പോൾ അയാളുടെ നിത്യോപയോഗത്തിന് വേണ്ടി സാധന സാമഗ്രികൾ വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുന്ന ആ ചെറിയ ഭാഗത്തിന് മാത്രമേ അയാൾ നികുതി കൊടുക്കുന്നുള്ളൂ. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കുന്നുണ്ട്, അതും വെട്ടിക്കുന്നുണ്ട്. അതിൻ്റെ കഥകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ. വളഞ്ഞ വഴിയിലൂടെ മൗറീഷ്യസ് വഴിയൊക്കെ ഇന്ത്യയിലേക്ക് വന്ന് നടത്തുന്ന കൊള്ളകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് എടുക്കുന്ന നികുതി ഓരോ വകുപ്പിന്, ഇപ്പം സെസ് ചിലപ്പോൾ അത് ഹൈവേക്ക്, നാഷണൽ ഹൈവേക്ക് വേണ്ടിയാകാം സെസ് പിരിക്കുന്നത്. ആ സെസ് വകമാറ്റാതെ നേരെ നാഷണൽ ഹൈവേക്ക് ചെലവഴിച്ചാലേ നാഷണൽ ഹൈവേ നന്നാകൂ. അങ്ങനെ ചെയ്യുന്നതിന് പകരം അത് വകമാറ്റുന്നു. അതുപോലെ പല ഫണ്ടും വകമാറ്റി ചെലവഴിക്കുന്നു. അങ്ങനെ വകമാറ്റി ചെലവഴിക്കുന്നത് കൊണ്ടാണ് CAG ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടി വന്നത്. വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാൽ വിനിയോഗ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒക്കില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിനാണെങ്കിലും ഏത് പർപ്പസിന് വേണ്ടി ഫണ്ട് വാങ്ങിച്ചുവോ ആ പർപ്പസിന് വേണ്ടി, വക കൊള്ളിച്ച പർപ്പസിന് വേണ്ടി ഫണ്ട് വിനിയോഗിക്കണം. അങ്ങനെ വിനിയോഗിച്ചാലാണ് ഓഡിറ്റിംഗ് കൃത്യമായി നടക്കുക. അങ്ങനെ ഓഡിറ്റിംഗ് നടത്താത്തിടത്തോളം കാലം ആ ഫണ്ട് ദുർവിനിയോഗം ചെയ്തു അഥവാ വകമാറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ LDF ഗവൺമെൻറ്റും അതുപോലെ BJP ഗവൺമെൻറ് അറ്റ് ദ സെൻറ്റർ രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. കാരണം ഇവിടെയും വകമാറ്റലാണ് CAG കണ്ടുപിടിക്കുന്ന ഏറ്റവും വലിയ പ്രമാദം. അതുപോലെ തന്നെ വകമാറ്റൽ ആയിരിക്കണം കേന്ദ്ര, അതായത് വിനിയോഗ സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്ന് പറഞ്ഞാൽ വിനിയോഗിക്കപ്പെട്ട കാര്യത്തിനല്ല, മറ്റെന്തോ ഇഷ്ടപ്പെട്ട കാര്യത്തിനാണ് എന്നർത്ഥം. അപ്പം അങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞാൽ ആ വിനിയോഗ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ പറ്റില്ല. അത് കൊടുത്തില്ല. അതാണ് CAG കുറ്റപ്പെടുന്നത്. അപ്പം നമ്മൾ ആരെയാണ് നമിക്കേണ്ടത്? ഇവിടെ CAG-യാണ് നമിക്കേണ്ടത്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് പ്രകാരമുള്ള CAG-യെ. ആ CAG-യാണ് കേന്ദ്രം കാണിക്കുന്ന തിരിവുകേടും അതുപോലെ സംസ്ഥാനം കാണിക്കുന്നതും കണ്ടുപിടിച്ച് ജനസമക്ഷം കൊണ്ടുവരുന്നത്. ജനങ്ങളാണ് റിയാക്ട് ചെയ്യേണ്ടത്. നികുതി പണം ഉപയോഗിച്ച് തോന്നിയതുപോലെ ചെലവഴിക്കലല്ല, തോന്നിയ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കലല്ല, ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കലാണ് അനിവാര്യമെന്ന് എടുത്തു കാണിക്കേണ്ടത് ജനങ്ങളാണ്. അതിന് ഈ ഓഡിറ്റർ ജനറൽ, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ചൂണ്ടുപലകയായിട്ട് നിൽക്കുകയാണ്. സംസ്ഥാനം തെറ്റ് ചെയ്താൽ അത് കണ്ടുപിടിച്ച് നമ്മളെ അറിയിക്കുന്നു, ജനങ്ങളെ അറിയിക്കുന്നു, ഡെമോക്രസി അറിയിക്കുന്നു, ഗവൺമെൻറ്റിനെ അറിയിക്കുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും പാർലമെൻറ്റിനെ. ഗവൺമെൻറ്റിനെ അല്ല അറിയിക്കുന്നത്, പാർലമെൻറ്റിലാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചത്, സമർപ്പിച്ചത് എന്ന് വെച്ചാൽ പാർലമെൻറ്റിനെ അറിയിക്കുന്നു. പാർലമെൻറ്റാണ് ജനപ്രതിനിധികൾ ഇരിക്കുന്ന സ്ഥലം, അവിടെ അറിയിക്കുന്നു. അവരാണ് അതിന് ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പോൾ ഉത്തരം കണ്ടെത്തേണ്ട സമയത്ത് ഭരിക്കുന്ന ഗവൺമെൻറ് സാധാരണ മജോറിറ്റി ഉള്ള ഗവൺമെൻറ് ആയിരിക്കും ഭരിക്കുന്നത്, പാർലമെൻറ്റിൽ മജോറിറ്റി ഉള്ളവർ. ആ ഗവൺമെൻറ് ഇത് കേട്ടാലും കണ്ണടയ്ക്കും. അതുപോലെയല്ലേ കേരളത്തിൽ വകമാറ്റി ചെലവഴിക്കുന്നു എന്ന് എത്ര MLA-മാർ ഇവിടെ അസംബ്ലി പറഞ്ഞു. ആര് ഗവനിക്കാനാണ്? അത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ നമുക്കൊരു ചൂണ്ടുപലകയാണ്. ആ ചൂണ്ടുപലക വെച്ച് നമുക്ക് ഗവൺമെൻറ്റുകളെ അളക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിനെ പോലെ. എന്നിട്ട് ഈ സംസ്ഥാനം ഓഡിറ്റഡ് റിപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇവിടുത്തെ പ്രൊക്യൂർമെൻറ്റ്, നെല്ലിൻ്റെ പ്രൊക്യൂർമെൻറ്റ് പ്രൈസ് തരാത്തതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ നിർമ്മല സീതാരാമൻ തന്നെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷന് മുൻപ് അവരിവിടെ വന്ന സമയത്ത് പറഞ്ഞതാണ്, അത് ഇവിടുന്ന് ഓഡിറ്റഡ് റിപ്പോർട്ട് അങ്ങോട്ട് വരാത്തത് കൊണ്ടാണ് എന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ടും കാണുന്നത്. ഓഡിറ്റർ റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയും ഇങ്ങനെ എടുത്തു കാണിക്കുകയാണ്. ഈ അപരാധം, ഇത് വലിയ തെറ്റാണ് എന്നതുള്ള എടുത്തു കാണിക്കുകയാണ്. അത് പാർലമെൻറ്റിൽ തന്നെ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഓഡിറ്റ് ചെയ്യാതെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് യാതൊരു തരത്തിലും അവകാശമില്ല സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ, ഓഡിറ്റഡ് റിപ്പോർട്ട് കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാനങ്ങളെ വലിയ പരിധി വരെ ഡിഫൻസിലാക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്ര ഫണ്ട്, ആ സെൻട്രൽ പൂൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ സെൻട്രൽ പൂളിൽ നിന്നുള്ള വിഹിതമാണ്
ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷനായിട്ട് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടത്. അതും കൊടുക്കുന്നില്ല. അല്ലാതെ നീതി ആയോഗ് വഴി കൊടുക്കേണ്ട ഫണ്ടുണ്ട്. ഈ പറയപ്പെട്ട ഒരു ഫണ്ടും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെ ഓരോരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ്, ആ മുടന്ത ന്യായങ്ങളൊക്കെ ശരിയാണെന്ന് തന്നെ നമ്മൾ അംഗീകരിച്ചേനെ. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അതേ തെറ്റുകൾ ആവർത്തിച്ചാൽ ആരോടാണ് പിന്നെ നമുക്ക് സങ്കടം പറയാനുള്ള? അതുകൊണ്ട് അപ്പം നമുക്ക് നീതിന്യായ കോടതിയാണ് ഉള്ളത്. നീതിന്യായ കോടതിയാണ് ഇത്തരം കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ആക്ഷൻ എടുക്കേണ്ടത്. ഏതായാലും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. ഈ ഓഡിറ്റഡ് റിപ്പോർട്ട്, അതായത് വിനിയോഗ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ഫണ്ട് ജനങ്ങളിൽ പിരിച്ചെടുക്കുന്ന നികുതിയേതര വരുമാനം, സർചാർജ്, സെസ് എന്നിങ്ങനെയൊക്കെ പല തരത്തിൽ പിരിച്ചെടുക്കുന്ന ഫണ്ട് ദുർവ്യയം ചെയ്യുന്നു എന്നുള്ളത് വലിയ മാനക്കേടാണ്. ഡെമോക്രസിയുടെ അവലക്ഷണമാണ് ഈ കേൾക്കുന്നതും കാണുന്നതും എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് വിനിയോഗ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റുകളാണെങ്കിലും പണം ദുർവ്യയം ചെയ്യുന്നത് ഡെമോക്രസിയുടെ കൊലക്കയറായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.